ഒരൊറ്റ ഓണത്തിനെ അടുപ്പിച്ചേക്കല്ല. ഈ ഓണത്തിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടണം. ക്രെഡിറ്റ് ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ഓണാഘോഷത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആ പൂജ എവിടെ നിന്ന് എങ്ങനെ കെട്ടുകെട്ടിക്കുന്ന എന്റെ ആലോചന. അതെ, അതിനൊക്കെയുള്ള വഴി ദൈവം കാണിച്ചു തരും മോളെ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനല്ല എന്റെ പ്ലാൻ, ഈ ലോകത്തും തന്നെ കെട്ടുകെട്ടിക്കാനാ പ്ലാൻ. അന്നത്തെ പോലെ മണ്ടത്തരമൊന്നും കാണിക്കരുത്. എല്ലാം ആലോചിച്ചും കണ്ടും മാത്രം ചെയ്താൽ മതി. അയ്യോ ഈശ്വര, അയ്യോ ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? നല്ലൊരു ഓണമായിട്ട് ഈ പെണ്ണുമ്പളിക്ക് ഈ വേഷമിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പൂക്കള വിടാൻ ഞാനും കൂടെ. അയ്യോ വേണ്ട, ഇതേ അടുക്കള പണി പോലെ ആർക്കും ചെയ്യാവുന്ന പണിയൊന്നും അല്ല. ആര് ചെയ്താലും പൂക്കൾക്ക് വേദന ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പരാതിയുണ്ട്. ക്ലാരമ്മ കണ്ടോണ്ടെങ്കിൽ നിന്നാ മതി. അല്ല, എന്തിനാ കാണുന്നേ? കണ്ണു വയ്ക്കാനോ? എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ, അറിയാത്ത ഒരു അത്ത വിടണ്ടെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു പോയി. അതിന് ഞങ്ങളുടെ തല ചാടിപ്പറിക്കുക. എന്നിട്ട് നിന്റെയൊക്കെ തല കഴുത്തിന് മേലെ തന്നെ ഉണ്ടല്ലോ. എടി, നല്ലൊരു ഓണക്കാലമായിട്ട് ഇപ്പോഴെങ്കിലും ഈ കുച്ചുമ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മര്യാദക്ക് ഇരുന്നൂടെ? ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കേട്ടുറങ്ങ. എനിക്ക് ഇവിടെ നിങ്ങളും ഞങ്ങളും ഒന്നുമില്ല. നാടിൻ ഈ പൂക്കളെ ഒരുക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന്. ഞാനും എന്നും അറിയാതെ പറയാതെ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നോക്കി നിൽക്കാതെ എല്ലാരും വാ. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പൂക്കളെ വിട്ട് ഈ പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം. എന്താ? മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി